അങ്ങനെയാണ് കേസിന്റെ കിടപ്പല്ലേ? അതെ. ആ പറഞ്ഞ സാർ വന്നാട്ടെ. ഇത് ഉണ്ണിവക്കീലിന്റെ വീടല്ലല്ലോ. ആയിരുന്നു, ഇപ്പോഴല്ല. നിങ്ങളുടെ കേസ് കേട്ടപ്പോൾ അതിന് പറ്റിയ ആൾ ഇദ്ദേഹമാണെന്ന് എനിക്ക് തോന്നി. ഉണ്ണി വക്കീൽ പോലും ഇത്തരം സ്പെഷ്യൽ കേസുകളിൽ സംശയം ചോദിക്കുന്നത് കെ പി സാറിനോടാണ്. വക്കീൽ സാർ, വക്കീൽ സാർ. നമസ്കാരം. ഇരിക്കൂ. ഇരിക്കണം, ഇരിക്കണം. എന്താ കാര്യം? വക്കീൽ സാറേ, കേസ് ഇതാണ്. ഒരാളിന്റെ പോമറേനിയൻ പട്ടി മറ്റൊരാളിന്റെ അൾസേഷനെ കടിച്ചു. അൾസേഷൻ പട്ടിയുടെ ആള് പോമറേനിയൻ പട്ടിയുടെ ആളിനെ അടിച്ചു. അടി കൊണ്ടയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കണം അല്ലേ? അതെ. ഇതിലാരാ പ്രതി? പ്രതിയും വാദിയും നമ്മൾ ഉണ്ടാക്കണം. അതായത് ഒരു കേസ് ഉണ്ടാക്കണം. അതെ. ഞാൻ വാദിക്കണം. വാദിച്ചിട്ട് മുൻകൂർ ജാമ്യം എടുത്തു കൊടുക്കണം അല്ലേ? അതെ അതെ അതെ. അത് തന്നെ. അതെ, ഞാൻ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാറില്ല. പിന്നെ എന്തിനാ വിളിച്ചോണ്ടെന്ന്? അയാൾ നിങ്ങളെ വഴി തെറ്റിച്ചാണ്. പ്ലീസ് നിങ്ങൾ പോണം. ഐ എം സോറി. വക്കീൽ സാറേ, വക്കീൽ സാറേ, അയ്യോ ഈ കേസ് വിട്ടില്ലല്ലേ സാർ. സാറന്മാരെ പോയല്ലേ സാറേ? സാർ സാർ വേറൊരു മാർഗമുണ്ട്. ഒരു വെണ്ടർ ഇവിടെ പോടോ. സാറേ, ലോകത്താരെങ്കിലും ഇങ്ങനെ ചെയ്യുവോ? കേസ് എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ വയസ്സുകാലത്ത് വക്കീലായത്? ശിവരാമൻ ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ജീവിക്കണ്ടേ സാർ? അല്ല, നമുക്ക് ജീവിക്കണ്ടേ സാർ? താൻ ഇതിനു മുമ്പ് ഏത് വക്കീലിനോടായിരുന്നു? പ്രതി അടിച്ചു വന്ന വക്കീൽ അരികരയ്യർ. അയാൾ എത്ര രൂപ തന്നിരുന്നു മാസം? 300 രൂപ വരുമായിരുന്നു. ഞാൻ 600 രൂപ തരാം, പോരെ? 600 രൂപ അത് നല്ല കാര്യമാണ്. പക്ഷെ ഒരു ജോലിയും ചെയ്യാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വരാന്തയിൽ ഈച്ച അടിച്ചോണ്ടിരുന്നിട്ട് 600 രൂപ മേടിച്ചോണ്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ ഒരു മനതൃപ്തി വേണ്ടേ സാർ? അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ ആ കക്ഷികളെ മറ്റു ഗുമസ്തന്മാരുടെ ഇടയിൽ നിന്ന് വലിച്ചൂരി വരാന്തയെ കൊണ്ട് നിർത്തിയപ്പോ ഞാൻ അവരെ വഴിതെറ്റിച്ചത്. ഇനി ഏതെങ്കിലും കക്ഷികൾ എന്നോടൊപ്പം വരുമോ സാർ? ശിവരാമൻ ഒരു കാര്യം മനസ്സിലാക്കണം. സത്യസന്ധതയില്ലാത്ത ഒരു കേസും താൻ എനിക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്യരുത്. സാർ ഒരു കാര്യം ചെയ്യാമോ? എന്താണ്? ആ പഴയ സ്കൂൾ മാഷിന്റെ പണി തന്നെ പോയി ചെയ്. അതാ നല്ലത്. ഇതാ മേടിച്ചോണ്ടിരാൻ പറഞ്ഞ സാധനങ്ങൾ. ഒരു സത്യസന്ധത. വാടോ വാടോ, ഞാൻ കാത്തിരിക്കായിരുന്നു സംസാരിക്കാൻ ഒരാളില്ലാതെ. അപ്പൊ ഇരയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്നെ കൈ കിട്ടിയിരിക്കുന്നത്. എന്റെ സ്ഥിതി എന്താകുമോ എന്തോ. എന്തിനാ? കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ. തനിക്ക് ഇവനെ മനസ്സിലായോ? അത്ര അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. എന്റെ അനന്തരവന വിശാലത്തിന്റെ മോനെ. വരുന്നേ. എന്താ പേര്? രാജീവൻ. റെയിൽവേ ജോലിയുള്ള ആള്. നാരായണൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് തരികടയും കാണിക്കാലോ. സ്വന്തത്തിലൊരു വക്കീലായില്ലേ? കാണിക്കണം. ഇല്ല, ഞാൻ കേസില്ല വക്കീലായി പോയില്ലേ. പക്ഷെ ഫീസ് റെഡി മണി ആയി കിട്ടണം. വക്കീലായപ്പോ തന്നെ വക്കീലിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി.